ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് 118 പേജിലെ ദ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്ന കഥയുടെ ദ ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന സബ് ടൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ദ ലിറ്റിൽ ഗേൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. എല്ലാവരും 118 പേജ് എടുത്ത് ശ്രദ്ധിച്ചിരിക്കുക. ദ ലിറ്റിൽ ഗേൾ, പെൺകുട്ടി. The next day, the swallow flew back to the happy prince. "I've come to bid you goodbye," he cried. "Swallow, swallow, little swallow," said the prince, "will you not stay with me one night longer?" "It is winter," answered the swallow, "and the chill snow will soon be here. Dear prince, I must leave you, but I will never forget you." "In the square below," said the prince, "there stands a little match girl. She has let her matches fall in the gutter, and they are all spoiled. Her father will beat her if she does not bring home some money. She has no shoes, no stocking, and no sweater. Pluck out my... I cannot pluck out your eye. You would be... I cannot pluck out your eye. You would be quite blind then," said the swallow. "Swallow, swallow, little swallow," said the prince, "do as I command you." So he plucked out the prince's other eye and darted down with it. He saw the girl. He slipped the jewel into the palm of her hand. "What a lovely bit of glass," cried the little girl, and she ran home laughing. Then the swallow came back to the prince. "You are blind now," he said, "so I will stay with you always." "No, little swallow," said the poor prince. "You must go away to Egypt." "I will stay with you always," said the swallow, and he slept at the prince's feet. The next day, അടുത്ത ദിവസം, the swallow flew back to the happy prince. നമ്മുടെ കുരുവി തിരികെ രാജകുമാരൻ്റെ അടുത്തെത്തി. "I've come to bid you goodbye," he cried. "ഞാൻ യാത്ര പറയാൻ വന്നതാണ്," കുരുവി രാജകുമാരനോട് പറഞ്ഞു. "Swallow, swallow, little swallow," said the prince, "will you not stay with me one night longer?" കുരുവി, നീ ഒരു ദിവസം രാത്രി കൂടി എൻ്റെ കൂടെ നീ ഉണ്ടാകില്ലേ?" രാജകുമാരൻ കുരുവിയോട് ചോദിച്ചു. "It is winter," answered the swallow. ഇത് മഞ്ഞുകാലമാണ്. "And the chill snow will soon be here." അതായത് തണുത്തുറഞ്ഞ മഞ്ഞ് ഇവിടെ അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇവിടെ എത്തും. "Dear prince, I must leave you." പ്രിയ രാജകുമാര, എനിക്ക് നിന്നെ വിട്ടുപോകേണ്ടതുണ്ട്. "But I will never forget you." പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ മറക്കുകയില്ല. "In the square below," said the prince, "there stands a little match girl." അപ്പോൾ നമ്മുടെ രാജകുമാരൻ പറയുകയാണ്, "ഇൻ ദ സ്ക്വയർ ബിലോ." ഇവിടെ അടിയിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കവലക്ക് ചുറ്റുമുള്ള കെട്ടിടം ഉൾക്കൊള്ളുന്ന സ്ഥലത്തിനാണ് സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഈ ഇൻ ദ സ്ക്വയർ ബിലോ, ഈ അടിയിൽ ഈ നഗരത്തിൻ്റെ ഈ അടിഭാഗത്ത്, സെഡ് ദ പ്രിൻസ്, ദർ സ്റ്റാൻഡ്സ് എ ലിറ്റിൽ മാച്ച് ഗേൾ. അവിടെ ഒരു തീപ്പെട്ടി ഉണ്ടാക്കുന്ന പെൺകുട്ടിയുണ്ട്. ഷീ ഹാസ് ലെറ്റ് ഹെർ മാച്ചസ് ഫോൾ ഇൻ ദ ഗട്ടർ. ആ തീപ്പെട്ടിയെല്ലാം അവിടെ കയ്യിൽ നിന്ന് ഗട്ടറിൽ വീണ് നശിച്ചിട്ടുമുണ്ട്. ആൻഡ് ദേ ആർ ഓൾ സ്പോയിൽഡ്. അതായത് ആ മുഴുവൻ തീപ്പെട്ടിയും എന്തായിട്ടുണ്ട്, കേടുപറ്റിയിട്ടുണ്ട്, അതിന് മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്. ഹെർ ഫാദർ വിൽ ബീറ്റ് ഹെർ ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി. അപ്പോൾ ഹെർ ഫാദർ വിൽ ബീറ്റ് ഹെർ, അവളുടെ അച്ഛൻ അവൾ അടിക്കും. എങ്ങനെയാണെങ്കിൽ, ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി, അവൾ കാശുമായിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ അവളുടെ അച്ഛൻ അവളെ അടിക്കും. ഷീ ഹാസ് നോ ഷൂസ്, അവൾക്കാണെങ്കിലോ ഷൂ ഇല്ല. നോ സ്റ്റോക്കിങ്സ്, കാലുറകളില്ല. ആൻഡ് നോ സ്വെറ്റർ, സ്വെറ്റർ എന്ന് പറഞ്ഞാൽ കമ്പിളി പുതപ്പ്, കമ്പിളി അതായത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രം. പ്ലക്ക് ഔട്ട് മൈ, പറിച്ചെടുക്ക്. പ്ലക്ക് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്ക്. ഔട്ട് മൈ, എൻ്റെ എന്ന് പറയാണ്. "ഐ കനോട്ട് പ്ലക്ക് ഔട്ട് യുവർ ഐ." അപ്പോൾ രാജകുമാരൻ ഉദ്ദേശിച്ച എൻ്റെ കണ്ണ് പറിച്ചെടുക്കൂ എന്നാണ് രാജകുമാരൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ
കുരുവി തിരികെ പറയുകയാണ് എന്ത്, ഐ കനോട്ട് പ്ലക്ക് ഔട്ട് യുവർ ഐ, എനിക്കൊരിക്കലും താങ്കളുടെ കണ്ണുകളെ പറിച്ചെടുക്കാൻ കഴിയില്ല. യു വുഡ് ബി ക്വൈറ്റ് ബ്ലൈൻഡ് ദെൻ സെഡ് ദ സ്വലോ, താങ്കൾ പിന്നീട് എന്ത് ചെയ്യും, അന്ധനായി മാറുമെന്ന് നമ്മുടെ കുരുവി രാജകുമാരനെ ഓർമ്മപ്പെടുത്തുകയാണ്. സോലോ സോലോ ലിറ്റിൽ സോലോ സെഡ് ദ പ്രിൻസ്, ഡു ആസ് ഐ കമാൻഡ് യു, കുരുവി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് പോലെ നീ പ്രവർത്തിക്ക്, നീ ചെയ്യേ എന്ന് പറയുകയാണ്. സോ ഹി പ്ലക്ക്ഡ് ഔട്ട് ദ പ്രിൻസസ് അതർ ഐ, അതുകൊണ്ട് തന്നെ നമ്മുടെ രാജകുമാരൻ്റെ മറ്റേ കണ്ണുകൂടെ കുരുവി പറിച്ചെടുത്തു. ആൻഡ് ഡാർട്ടഡ് ഡൗൺ വിത്ത് ഇറ്റ്, എന്നിട്ട് അതിനെ കൊണ്ട് പെട്ടെന്ന് പറന്നു പോവുകയാണ്. ആ ഇന്ദ്രനീല കല്ലുമായിട്ട് പെട്ടെന്ന് പറന്നു പോവുകയാണ് നമ്മുടെ കുരുവി. ഹി സോ ദ ഗേൾ, അങ്ങനെ കുരുവി ആ പെൺകുട്ടിയെ കണ്ടു. ഹി സ്ലിപ്പ്ഡ് ദ ജ്വൽ ഇൻ ടു ദ പാം ഓഫ് ഹെർ ഹാൻഡ്. ഹി സ്ലിപ്പ്ഡ് ദ ജ്വൽ, അങ്ങനെ ആ രത്നക്കല്ല്, എന്താണ് രാജാവിൻ്റെ കണ്ണ്, അത് നമ്മുടെ കുരുവി അത് ഇട്ട് കൊടുക്കുകയാണ്. ഇൻ ടു ദ പാം ഓഫ് ഹെർ ഹാൻഡ്, ആ കുട്ടിയുടെ കൈ വെള്ളയിലേക്ക്. വാട്ട് എ ലവ്ലി ബിറ്റ് ഓഫ് ഗ്ലാസ്, എന്തു നല്ല സ്ഫടികമാണ് ഇത് എന്ന് പറയുകയാണ്. അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്ലാസ്സാണ്, പക്ഷേ അത് ഇത്ര വിലപിടിപ്പുള്ള രത്നക്കല്ലാണെന്ന് കുട്ടിക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയണം, ക്രൈഡ് ദ ലിറ്റിൽ ഗേൾ, ആ കുട്ടി പറഞ്ഞു. ആൻഡ് ഷീ റാൻ ഹോം ലോഫിങ്, അങ്ങനെ ചിരിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് ഓടുകയാണ്. ദെൻ ദ സോലോ കെയിം ബാക്ക് ടു ദ പ്രിൻസ്, അങ്ങനെ നമ്മുടെ കുരുവി രാജകുമാരൻ്റെ അടുത്തേക്ക് വന്നു. യു ആർ ബ്ലൈൻഡ് നൗ, താങ്കളിപ്പോൾ അന്ധനാണ്. ഹി സെഡ്, അവൾ പറഞ്ഞു. സോ ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്, അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകും. നോ ലിറ്റിൽ സോലോ, അരുത് ചെറുകുരുവി, സെഡ് ദ പുവർ പ്രിൻസ്, പാവപ്പെട്ട രാജകുമാരൻ കുരുവിയോട് പറഞ്ഞു. യു മസ്റ്റ് ഗോ അവേ ടു ഈജിപ്ത്, തീർച്ചയായിട്ടും നീ ഈജിപ്തിലേക്ക് പോകേണ്ടതുണ്ട്. ഐ വിൽ സ്റ്റേ വിത്ത് യു ആൾവേസ്, ഞാൻ താങ്കളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകും. സെഡ് ദ സോലോ, നമ്മുടെ കുരുവി പറഞ്ഞു. ആൻഡ് ഹി സ്ലെപ്റ്റ് അറ്റ് ദ പ്രിൻസസ് ഫീറ്റ്, അങ്ങനെ രാജകുമാരൻ്റെ കാൽപാദങ്ങൾക്ക് കീഴെ അവന് ഉറങ്ങുകയും. ഇത് നമുക്ക് ഇത്രമാണ് എടുക്കാനുള്ളത്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. 17ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ സോലോ വാണ്ട് ടു ലീവ് ദ സിറ്റി, എന്തുകൊണ്ടാണ് മീവൽ പക്ഷിക്ക് നഗരം വിട്ടു പോകേണ്ടതായി വരുന്നത്? എന്താണ്, ഇറ്റ് വാസ് വിൻ്റർ ഇൻ ദ സിറ്റി ആൻഡ് ദ ചിൽ സ്നോ വുഡ് ബി സൂൺ, ദ സോലോ വാണ്ടഡ് ടു ലീവ് ദ സിറ്റി. എന്താ കാരണം, എന്താണ്, അത് മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ മഞ്ഞ് ഉടനെ അവിടെ പെയ്തിറങ്ങും. അതുകൊണ്ട് നമ്മുടെ മീവൽ പക്ഷിക്ക് കുരുവിക്ക് ആ നഗരം വിട്ടു പോകേണ്ടതുണ്ടായിരുന്നു. 18ാമത്തെ ചോദ്യം, വു ഡിഡ് ദ പ്രിൻസ് വിഷ് ടു ഹെൽപ്പ് ദിസ് ടൈം, വൈ? ആ സമയത്ത് രാജകുമാരൻ ആരെ സഹായിക്കാനാണ് ആഗ്രഹിച്ചത്, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ദ പ്രിൻസ് വിഷ്ഡ് ടു ഹെൽപ്പ് എ ലിറ്റിൽ മാച്ച് ഗേൾ, ഒരു തീപ്പെട്ടി ഉണ്ടാക്കുന്ന പെൺകുട്ടിയെ സഹായിക്കാനാണ് രാജാവ് ആഗ്രഹിച്ചത്. ഷി ഹാസ് ലെറ്റ് ഹെർ മാച്ചസ് ഫോൾ ഇൻ ദ ഗട്ടർ ആൻഡ് ദേ വെർ ഓൾ സ്പോയിൽഡ്, അവളുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടികളെല്ലാം എന്താണ് ഗട്ടറിൽ വീണ് അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഹർ ഫാദർ വുഡ് ബീറ്റ് ഹർ ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി, അവൾ കുറച്ച് കാശുമായിട്ട് വീട്ടിലേക്ക് ചെന്നിട്ടില്ല എങ്കിൽ അവളുടെ അച്ഛൻ അവളെ അടിക്കും. അതുകൊണ്ട് 19ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ടെൽസ് അസ് ദാറ്റ് ദ സോലോ ഹാസ് എ ഗുഡ് ഹാർട്ട്, മീവൽ പക്ഷിക്ക് നല്ലൊരു ഹൃദയമുള്ള ഒരാളാണ്, അതായത് നല്ലൊരു ആളാണ് മീവൽ പക്ഷി എന്ന്, കരുണയുള്ള ഒരാളാണ് മീവൽ പക്ഷി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വരികളെടുത്ത് എഴുതാനാണ് പറയുന്നത്. എന്താണ്, യു ആർ ബ്ലൈൻഡ് നൗ ഹി സെഡ്, സോ ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്, താങ്കളിപ്പോൾ അന്ധനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകും എന്നാണത്. ഓക്കെ, ഇന്ന് ഇത്രയുമാണ് നമുക്ക് എഴുതാനുള്ളത്, പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ നോട്ട്സ് ഇന്ന് തന്നെ എഴുതി സാറിന് പേഴ്സണലായിട്ട് അയക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.